പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MBBS പഠിച്ച് ഡോക്ടർ ആവുക എന്നുള്ളത് പലരുടെയും ആഗ്രഹമാണ്. MBBS പഠിക്കാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ കോളേജുകൾ ഉള്ള രാജ്യമാണ് ഇന്ത്യ. 595 മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലുണ്ട്. ഓരോ വർഷവും 90,000-ഓളം പേരാണ് ഈ കോളേജുകളിൽ നിന്ന് പഠിച്ച് ഡോക്ടർമാരായിട്ട് പുറത്തിറങ്ങുന്നത്. ഒരു വർഷം കേവലം 1,500 രൂപ മുതൽ ഫീസ് വരുന്ന ഗവൺമെന്റ് കോളേജുകൾ മുതൽ 25 ലക്ഷം വരെ ഫീസ് വരുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ വരെ ഇതിലുണ്ട്. 90,000 സീറ്റിൽ ഏകദേശം 45,000-ഓളം സീറ്റുകൾ ഗവൺമെന്റ് കോളേജുകളിലാണുള്ളത്. പക്ഷേ ഇതിൽ എല്ലാ സീറ്റിലേക്കും കേരള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഓൾമോസ്റ്റ് 16,000-ഓളം സീറ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഓരോ ഗവൺമെന്റ് കോളേജിലെയും 15% സീറ്റിലേക്കും, എയിംസ്, ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങളിലെ സീറ്റിലേക്കും, അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഉള്ള സീറ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരളത്തിലാകെയുള്ള 4,100 സീറ്റുകൾ ഉൾപ്പെടെയാണ് ഈ ഒരു 16,000 സീറ്റുകൾ. MBBSന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചു പാസ്സായവർ ആയിരിക്കണം. ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നീറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന എക്സാമിനേഷൻ MBBSന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ്. ഹയർ സെക്കൻഡറിയിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായിട്ട് തന്നെ പഠിക്കുകയും കഴിഞ്ഞ 5 വർഷത്തെയെങ്കിലും നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 3 മണിക്കൂർ കൊണ്ട് സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ, ഇതിനുവേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നീറ്റിൽ ഉയർന്ന റാങ്കുള്ളവർക്കാണ് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുക. താഴ്ന്ന റാങ്കുള്ളവർക്ക് സാമ്പത്തികമായിട്ട് സാധിക്കുമെങ്കിൽ വലിയ ഫീസ് കൊടുത്ത് പ്രൈവറ്റ് കോളേജുകളിൽ MBBSന് പഠിക്കാവുന്നതാണ്. കൂടാതെ ഡെന്റൽ, ഹോമിയോ, ആയുർവേദ, യുനാനി, സിദ്ധ, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ് തുടങ്ങിയ 14ഓളം കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്നത് ഇതിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഓരോ വർഷവും 15 ലക്ഷത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ആകെ നീറ്റ് എക്സാമിനേഷൻ എഴുതാറുണ്ട്. നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ജനറൽ വിഭാഗത്തിന് 1,500 രൂപയും, OBC EWS വിഭാഗത്തിന് 1,400 രൂപയും, SC/ST വിഭാഗത്തിന് 800 രൂപയും ഫീസായിട്ട് വരുന്നുണ്ട്. ഈ വർഷം ഇതുവരെയും നീറ്റ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടില്ല. എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റും വന്നിട്ടില്ല. ജൂൺ മാസം അവസാനം എക്സാം നടക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരു മാസം മുമ്പെങ്കിലും ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ വന്നാൽ ചാനൽ വഴി നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതാണ്. 3 മണിക്കൂറുള്ള നീറ്റ് എക്സാമിനേഷന് 720 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക. അതിൽ 360 മാർക്ക് ബയോളജിക്കും ബാക്കി 360 മാർക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്കുമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഉത്തരം ശരിയായാൽ 4 മാർക്കും, തെറ്റിയാൽ 1 സ്കോറും നഷ്ടപ്പെടുന്നതായിരിക്കും. നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകാറില്ല. ഓരോ വർഷവും നിശ്ചയിക്കപ്പെടുന്ന മിനിമം സ്കോർ ലഭിക്കുന്നവർ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകാറുള്ളൂ. സാധാരണ 150 അല്ലെങ്കിൽ അതിനോട് അടുത്ത സ്കോറാണ് കട്ട് ഓഫ് മാർക്കായി നിശ്ചയിക്കപ്പെടാറുള്ളത്. കേരളത്തിൽ MBBSന് അഡ്മിഷൻ ലഭിക്കാൻ പ്രത്യേകമായി വേറെ എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഓരോ ഗവൺമെന്റ് കോളേജിലുമുള്ള 15% സീറ്റിലേക്ക് അലോട്ട്മെന്റ് നടത്തുന്നത് ഓൾ ഇന്ത്യ തലത്തിലാണ്. അതിന് നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ എഴുതി മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി വെബ്സൈറ്റ് വഴി ഓപ്ഷൻ നൽകിയാൽ മതിയാവുന്നതാണ്. മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി വെബ്സൈറ്റ് വഴി കേരളത്തിലെ 15% സീറ്റിലേക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തുമുള്ള ഓരോ ഗവൺമെന്റ് കോളേജിലെയും 15% സീറ്റിലേക്കും, കൂടാതെ എയിംസ്, ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങളിലെ സീറ്റുകളിലേക്കും മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി വെബ്സൈറ്റ് വഴി ഓപ്ഷൻ നൽകി റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 8,000-ന് മുകളിൽ MBBS സീറ്റുകളുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ആകെയുള്ള 10 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ ഫീസ് വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റി സീറ്റിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന 4 അലോട്ട്മെന്റുകൾ വഴിയാണ് ഈ സീറ്റുകളെല്ലാം ഫിൽ ചെയ്യപ്പെടുന്നത്. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ബാക്കി വരുന്ന 85% സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി കീം മെഡിക്കലിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും, എക്സാം ഉണ്ടാകുന്നതല്ല. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നവരെ മാത്രം പരിഗണിച്ചുകൊണ്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഗവൺമെന്റ് കോളേജുകളിലുള്ള 85% സീറ്റിലേക്കും, സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള 100% സീറ്റിലേക്കും, കൂടാതെ ഡെന്റൽ, ഹോമിയോ, ആയുർവേദ തുടങ്ങിയ 13ഓളം കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കുക. കീമിന് അപ്ലൈ ചെയ്യാൻ ജനറൽ OBC വിഭാഗത്തിന് 500 രൂപയും SC/ST വിഭാഗത്തിന് 200 രൂപയുമാണ് ഫീസ് വരിക.
ഇങ്ങനെ കീമിന് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി പല വിദ്യാർത്ഥികൾക്കും ധാരണ ഉണ്ടാകണമെന്നില്ല. കൂടാതെ കീമിന് അപ്ലൈ ചെയ്ത ശേഷം നീറ്റിൽ നിങ്ങൾക്ക് ലഭിച്ച സ്കോർ കീം വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്യുക എന്നൊരു പ്രോസസ് കൂടി എല്ലാവരും ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ 10 ഗവൺമെന്റ് കോളേജുകളിൽ 1550 സീറ്റുകളാണുള്ളത്. 27,000-ഓളം രൂപയാണ് ഒരു വർഷത്തേക്ക് ഫീസായിട്ട് വരുന്നത്. അതേസമയം 19 സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ 2,550 MBBS സീറ്റുകളുണ്ട്. അവിടെ ഒരു വർഷത്തേക്ക് 6 ലക്ഷത്തിന് മുകളിൽ ഫീസ് വരുന്നതാണ്. എന്നാൽ SC, ST, OEC, ഹിന്ദു, OBCയിൽ വരുന്ന 30ഓളം ജാതീയ വിഭാഗങ്ങൾ ഇവർക്കെല്ലാം പൂർണ്ണമായിട്ടുള്ള ഫീസ് ഇളവ് സർക്കാർ നൽകുന്നതാണ്. അതേസമയം ഈ ഒരു അടുത്ത ദിവസം NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എല്ലാ സെൽഫ് ഫിനാൻസ് കോളേജിലെയും 50% സീറ്റിലേക്ക് ഗവൺമെന്റ് കോളേജിലുള്ള ഫീസ് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്ന് ഒരു ഓർഡർ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അത് സാധ്യമായാൽ ചെറിയ ഫീസിൽ സെൽഫ് ഫിനാൻസ് കോളേജിലും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ചിട്ടയായ പഠനവും ലക്ഷ്യവുമുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും നല്ലൊരു കോളേജിൽ നിങ്ങൾക്കും MBBSന് അഡ്മിഷൻ നേടിയെടുക്കാം. അങ്ങനെ നിങ്ങൾക്കും ഒരു ഡോക്ടർ ആവാം. ബെസ്റ്റ് വിഷസ് ടു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.